രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നീക്കങ്ങളിൽ പോലീസിന് തിരിച്ചടി. സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷത്തിൽ രജിസ്റ്റർ ചെയ്ത പുതിയ 2 കേസുകളിൽ കോടതി ജാമ്യം അനുവദിച്ചു. എന്നാൽ ആദ്യത്തെ കേസിൽ ജാമ്യമില്ലാത്തതിനാൽ രാഹുൽ റിമാൻഡിൽ തുടരും. നാളെ ഈ കേസിൽ രാഹുലിന്റെ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷവുമായി ബന്ധപ്പെട്ട പുതുതായി ചുമത്തിയ കേസുകളിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് കോടതി ജാമ്യം നൽകിയത്. കണ്ടോൺമെന്റ് മ്യൂസിയം പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത 3 കേസുകളിൽ ഒരു കേസ് പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. കോടതിയുടെ പ്രൊഡക്ഷൻ വാറന്റ് ഹാജരാക്കി ഇന്ന് രാവിലെയാണ് പോലീസ് രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 2 കേസുകളിലും ജാമ്യം ലഭിച്ചെങ്കിലും ആദ്യ കേസിൽ റിമാൻഡിൽ കഴിയുന്ന സാഹചര്യത്തിൽ രാഹുൽ ഇനിയും ജയിലിൽ തുടരേണ്ടി വരും. ആ കേസിലെ ജാമ്യാപേക്ഷ നാളെയാണ് ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. അതേസമയം പോലീസ് നടപടിയെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രൂക്ഷഭാഷയിലാണ് വിമർശിച്ചത്. നിങ്ങൾ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ്. നിങ്ങളുടെ കുടുംബവും അഴിമതിയിൽപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ അഴിമതി മുഴുവൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ചെയ്യുന്ന അഴിമതികൾ എണ്ണി ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. നിങ്ങളെ കേരളത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ പൊയ്മുഖം അനാവരണം ചെയ്ത് നിങ്ങൾ അഴിമതിക്കാരനും ക്രൂരനും രക്തദാഹിയുമായ മുഖ്യമന്ത്രിയാണ് എന്ന് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. ഒരേ സംഭവത്തിലെ കേസുകളിൽ അറസ്റ്റ് വൈകിപ്പിച്ചത് കൂടുതൽ ദിവസം രാഹുലിനെ ജയിലിൽ അടക്കാനാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം. നാളെ രാഹുലിന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് നൈറ്റ് മാർച്ച് നടത്തും. ദേശീയ അധ്യക്ഷൻ വി ശ്രീനിവാസ് ഉൾപ്പെടെ നേതാക്കൾ മാർച്ചിൽ പങ്കെടുക്കാനായി നാളെ തിരുവനന്തപുരത്തെത്തും. മറ്റന്നാൾ സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളിലേക്കും നൈറ്റ് മാർച്ച് നടത്താനാണ് തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.